മക്കളെ, ഇതാ 2026 ഫെബ്രുവരി മാസത്തിൻ്റെ ഓരോ ദിവസങ്ങളും നമ്മുടെ മുന്നിലൂടെ കടന്നു പോവുകയാണ്. ആ ദിവസത്തിലെ 24 മണിക്കൂറിലെ 3 മിനിറ്റ് കർത്താവിന് വേണ്ടി കൊടുക്കുന്നവർക്ക് അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. നീ ഏത് ജീവിത മേഖലയിൽ പ്രവർത്തിക്കാനായിക്കൊള്ളട്ടെ, കർത്താവിൻ്റെ ദാനങ്ങൾ അവരിലേക്ക് ഒഴുകും. കർത്താവിൻ്റെ മഹത്വം അവരിലേക്ക് കടന്നു വരും. അതാണ് വചനം പഠിപ്പിച്ചു തരുന്നത്. ഇന്ന് കർത്താവ് തരുന്ന വചനം പ്രഭാഷകന്റെ പുസ്തകം 11-ാം അധ്യായം 17-ാം വാക്യം. കർത്താവിൻ്റെ ദാനങ്ങൾ ദൈവഭക്തനിൽ നിന്ന് ഒഴിയുകയില്ല. ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും. ഒരിക്കലും നിലയ്ക്കാത്ത ഐശ്വര്യം നീ കൊതിക്കുന്നുവെങ്കിൽ ഈ വചനം പല പ്രാവശ്യം ഏറ്റുചൊല്ലുക. പഠനത്തിൽ ഉന്നതി, ജോലികളിൽ പുരോഗതി, ആരോഗ്യത്തിൽ ദൃഢത, ഇതൊക്കെ വേണമെങ്കിൽ കർത്താവിൻ്റെ ദാനമാണ് അവയെല്ലാം. ദൈവഭക്തനിൽ നിന്ന് ഇവ ഒഴിഞ്ഞു പോകുകയില്ല. സ്നേഹവും സമാധാനവും സന്തോഷവും സമ്പത്തും ഐശ്വര്യവും ആത്മീയമായ ഉത്കർഷവും ഒക്കെ തരുന്നത് ദൈവത്തിൻ്റെ ദാനത്തിൽ നിന്നാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ദാനം ഭക്തരിൽ നിന്ന്, ദൈവഭക്തരിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു പോവുകയില്ല. കുറച്ച് കാലത്തേക്ക് നന്മ ചെയ്യുന്നവരൊക്കെ കണ്ടിട്ടുണ്ടാകാം, കുറച്ചു കാലത്തേക്ക് സ്നേഹിക്കുന്നവരുണ്ടാകാം, കുറച്ചു കാലത്ത് വിശുദ്ധി പാലിക്കുന്നവരുണ്ടാകാം. എന്നും ഒഴിയാത്ത നിറകുടം പോലെ ആയിത്തീരണമെങ്കിൽ കർത്താവിൻ്റെ വചനം നമ്മോട് പറയുന്നു, കർത്താവിൻ്റെ ദാനങ്ങൾ ദൈവഭക്തനിൽ നിന്ന് ഒഴിയുകയില്ല. ദൈവകൃപ അവനിൽ നിരന്തരമായി ശാശ്വതമായ ഐശ്വര്യം വിതച്ചു തരും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ രാത്രി അനുഗ്രഹ രാത്രിയായി മാറട്ടെ. ഈ പ്രഭാതം അഭിഷേക പ്രഭാതമായി മാറട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.